അതാണ് ശരിക്കും നല്ല കാര്യമായി. 41 ദിവസം ഇതേപോലെ ഞങ്ങൾ വന്നിരിക്കണ്ടേ. ഇനി നിങ്ങൾ വന്നിരുന്നാലും ഇവിടെ നിന്ന് പറയാൻ പറ്റണ്ടേ മനുഷ്യന്? 41 ദിവസമൊന്നും ഇങ്ങനെ തുടർച്ചയായിട്ട് പറ്റില്ല. ഒരാളുടെ സാധാരണ ആരോഗ്യം കൊണ്ട് പറ്റില്ല. അപ്പോ അതിനെ ചുരുക്കിയിട്ട് ശിവരഹസ്യഖണ്ഡം അല്ലെങ്കിൽ സ്കന്ദന്റെ ആവിർഭാവവും ലീലകളും മാത്രം ആയിട്ട് അതിനെ ഒരു ചെറിയ ഭാഗം മാത്രം എടുത്തിട്ടാണ് നമ്മൾ ഈ ചുരുങ്ങിയിട്ടുള്ള സമയം കൊണ്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും അതിനനുസരിച്ചിട്ടുള്ള സമർപ്പണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞ് നോട്ടീസിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നാളെയാണെങ്കിൽ ആ പാർവതീ പരിണയം ഒക്കെ ആയതുകൊണ്ട് മംഗല്യ സൂക്താർച്ചന ചെയ്യാം, മലർപ്പറ നിറയ്ക്കാം. അതുപോലെ തന്നെ അഭിഷേകത്തിനായിട്ട് ഉള്ള ദ്രവ്യങ്ങൾ സമർപ്പിക്കാം. ഭസ്മം, പാല്, ഇതൊക്കെ സമർപ്പിക്കാം. പിന്നെ നിവേദ്യത്തിന് പഞ്ചാമൃതം, അത് ഇപ്പോൾ ഓരോ ദിവസവും ആ നിവേദ്യം, ഇപ്പോൾ സുബ്രഹ്മണ്യന്റെ അവതാരം സ്കന്ദ ആവിർഭാവം വരുന്ന 3-ാം ദിവസം പ്രധാന നിവേദ്യം തന്നെയാണ് പഞ്ചാമൃതം. അതുപോലെ പാനകം. അപ്പൊ അതൊക്കെ വഴിപാടായി സമർപ്പിക്കാം. ഇനി വേല സമർപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. അതും വഴിപാടായി സമർപ്പിക്കണം എന്നുള്ളവർക്ക് കൗണ്ടറിൽ സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്നുമല്ലെങ്കിലും അന്നദാനം വളരെ പ്രധാനമാണ്. അതിന്റെ മാഹാത്മ്യമൊക്കെ പുരാണ പ്രസിദ്ധമാണ്. അപ്പൊ നമ്മളാൽ കഴിയുന്ന രീതിയിൽ അന്നത്തെ ദാനം ചെയ്യാനുള്ള വ്യവസ്ഥ ഇവിടെ ചെയ്തിട്ടുണ്ട്. കഴിയുന്നത്ര നമ്മൾ അതിൽ പങ്കെടുക്കുക. ഒരു ദിവസത്തെ മുഴുവനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഭാഗികമായിട്ടാണെങ്കിലും അത് സമർപ്പിക്കുക. അരിയായിട്ടോ പലവ്യഞ്ജനങ്ങളായിട്ടോ പച്ചക്കറിയായിട്ടോ മറ്റെന്തെങ്കിലുമൊക്കെ ആയിട്ട് സമർപ്പിക്കുക. ഇവിടെ കൊണ്ടുവന്ന് യഥാശക്തി ഭാഗഭാക്കാവുക. കഴിയുന്നത് പോലെ ഇതിൽ പങ്കെടുക്കുക. 4-ാം ദിവസം വൈകിട്ട് ഭഗവാന്റെ അവതാരമൊക്കെ 3-ാം ദിവസം പറയും. 3-ാം ദിവസം ഞായറാഴ്ച രാവിലെയാണ് ഏകദേശം 9 മണിയോടുകൂടി നവഗ്രഹ പൂജ വരുന്നത്. ഈ കാർത്തികേയൻ, ഈ സുബ്രഹ്മണ്യൻ ജ്യോതിഷികൾക്ക് അവരുടെ ഒരു ഉപാസനാ ദേവത കൂടിയിട്ടാണ്. ജ്യോതിഷത്തിന്റെ ഒരു ആചാര്യ പദവി കൂടിയുണ്ട് കാർത്തികേയന്, സുബ്രഹ്മണ്യന് എന്നാണ്. അപ്പോൾ നവഗ്രഹങ്ങളെയും പൂജിച്ചുകൊണ്ട് ആ ഭഗവാന്റെ സന്നിധിയിൽ ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി നവഗ്രഹങ്ങളെ പൂജിച്ച് പ്രീതിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി അന്ന് രാവിലെ, ഞായറാഴ്ച രാവിലെയാണ് നവഗ്രഹ പൂജ. അത് നമുക്കും നമ്മളുടെ പേരിൽ ആ നവഗ്രഹ പൂജ സമർപ്പിക്കാം. വഴിപാടായിട്ട് കൗണ്ടറിൽ ചോദിച്ച് മനസ്സിലാക്കി അതിന്റെ റെസിപ്റ്റ് വാങ്ങുക. പ്രത്യേകമായിട്ട് ഓരോ ഗ്രഹത്തിനും പ്രത്യേക നിവേദ്യങ്ങളും ഒക്കെ തയ്യാറാക്കിയിട്ട് തന്നെയാണ് പൂജ. അപ്പൊ അന്ന് ധാരാളം പൂക്കൾ നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ ഓരോരുത്തരും വരുമ്പോൾ യഥാശക്തി നമ്മളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുന്ന പൂക്കളെ ഒരുക്കി കൊണ്ടുവന്ന് ഇവിടെ എത്തിക്കുക. അതൊക്കെ ഭംഗിയാക്കുക. 4-ാം ദിവസം വൈകിട്ടാണ് ഈ കാർത്തികേയൻ അവതരിച്ച് ആ അസുരന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുന്ന സമയത്ത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കവചം എന്നാണ്. നമുക്ക് രക്ഷയെ തരുന്നതായിട്ടുള്ള ഒന്നാണ് കവചം. അപ്പൊ ഇവിടെയും ആ സുബ്രഹ്മണ്യ കവചം അത് ജപിച്ചുകൊണ്ട്, സ്കന്ദ കവചത്തെ ജപിച്ചുകൊണ്ട് അർച്ചന ചെയ്യാനുള്ള ഒരു സൗകര്യം അന്ന് വൈകിട്ടാണ് സർവേശ്വര്യ പൂജയിൽ ഭഗവാന്റെ നാമങ്ങളെ ജപിച്ച് അർച്ചന ചെയ്യുക. ഒപ്പം തന്നെ ആ കവചമന്ത്രം ജപിച്ച് ചരട് കയ്യിൽ കെട്ടുക. അതിനൊക്കെയുള്ള സൗകര്യമുണ്ട് 4-ാം ദിവസം. അപ്പൊ യഥാശക്തി സമർപ്പണങ്ങളെ ചെയ്യുക എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇപ്പോ നമുക്കിവിടെ നിർത്താം. 2 മണിക്ക് വീണ്ടും പാരായണം തുടരും. വൈകിട്ട് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും തന്നെ ആധ്യാത്മിക പ്രഭാഷണം വേറെയുണ്ട് ഈ വേദിയിൽ തന്നെ. അപ്പോൾ അതിലും പങ്കെടുക്കുക. അതുപോലെ എല്ലാ ദിവസവും ഗണപതി ഹോമമുണ്ട്. അതും വഴിപാടായി സമർപ്പിക്കാം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ പാർവതീപതയേ ഹര ഹര മഹാദേവ. വെറ്റിവേൽ മുരുകനുക്ക് ഹര ഹരോ ഹര ഹര. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി
ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്രാശ്രിതവത്സല ശരണം മേ തവ ചരണയുഗം. ശരണം ശരണം ശംഭുകുമാര ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം.